ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ജിഗ്ര എന്ന ഹിന്ദി മൂവിയാണ്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ മറ്റൊരു കൺട്രിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തന്റെ സഹോദരനെ ജയിലിൽ ചാടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സഹോദരി. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായികയായ സത്യയുടെയും അവളുടെ സഹോദരൻ അങ്കുറിന്റെയും ചെറുപ്പകാലമാണ്. അമ്മ നേരത്തെ തന്നെ മരിച്ചിരുന്ന ഇവരുടെ അച്ഛനാകട്ടെ ഒരു ദിവസം ഇവരുടെ കൺമുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. പിന്നീട് ഇവർ രണ്ടുപേരെയും വളർത്തിയത് അവരുടെ അങ്കിളായിരുന്നു. വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല ഇവരെ വളർത്തിയത്. നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയുന്നു വിചാരിച്ചിട്ടാണ് കോടീശ്വരന്മാരായ അവരാകട്ടെ ഇവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത്. തന്റെ സഹോദരനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന സത്യ അങ്കുറിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഇവർ രണ്ടുപേരും വളർന്ന് വലുതായി. സത്യ അവളുടെ അങ്കിളിന്റെ തന്നെ ഹോട്ടലിലെ മാനേജർ ആയിരുന്നു. അങ്കുറാകട്ടെ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം കോഡിംഗിൽ എന്തോ ഒരു പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് തന്റെ പ്രോജക്ടിന്റെ കാര്യമായിട്ട് പുറത്തെവിടെ പോകാനായിരുന്നു ആഗ്രഹം. അങ്കിളിന്റെ മകൻ കബീറിന്റെ കൂടെയായിരുന്നു അവന്റെ കൂട്ട്. എന്നാൽ തനിക്ക് അവിടെ പോയി ആ ഒരു പ്രോജക്ട് ചെയ്യണമെങ്കിൽ അങ്കിളിന്റെ സഹായം വേണം. താൻ മാത്രമാണ് പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തായാലും ക്യാഷ് ഒന്നും തരാൻ പോകുന്നില്ല എന്ന് അങ്കുറിന് അറിയാം. മറിച്ച് അയാളുടെ മകൻ കബീറിനെ കൂടെ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവന് വേണ്ടിയിട്ട് അയാൾ ക്യാഷ് ഇറക്കും. എന്നാൽ സത്യയ്ക്ക് കബീറിന്റെ ബിഹേവിയർ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. അങ്കുർ അവന്റെ കൂടെ കൂട്ടുകൂടുന്നതും ഇഷ്ടമല്ല. പക്ഷെ ഒടുവിൽ അനിയന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് സത്യയ്ക്ക് അത് സമ്മതിക്കേണ്ടതായി വരുന്നു. അങ്ങനെ അവന്റെ അങ്കിളിന്റെ സഹായത്തോടു കൂടി അങ്കിളിന്റെ മകൻ കബീറിന്റെ കൂടെ അങ്കുറും ആ രാജ്യത്തേക്ക് പോകുന്നു. പ്രോജക്ട് കൈകാര്യം ചെയ്യുന്നത് അങ്കുറാണെങ്കിലും അതിന്റെ ക്രെഡിറ്റ് എല്ലാം കബീറിന് വാങ്ങിയെടുക്കാന്നായിരുന്നു അവന്റെ അങ്കിളിന്റെ ചിന്ത. അങ്ങനെ അവർ രണ്ടുപേരും ഹൻഷിദാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ റെഡിയായി. മലേഷ്യയുടെ അടുത്തായിട്ടുള്ള ഐലൻഡാണിത്. അവിടെ പോയി ഒരു പ്രശ്നത്തിലും ചാടരുതെന്നും അവിടുത്തെ ലോ വളരെയധികം സ്ട്രിക്റ്റ് ആണെന്നും ഓൾറെഡി തന്നെ സത്യ അങ്കുറിനോട് പറയുന്നു. അങ്ങനെ അവിടെ എത്തിയ അങ്കുറും കബീറും ചേർന്നിട്ട് അവരുടെ പ്രസന്റേഷൻ എല്ലാം തന്നെ അവിടുത്തെ കമ്പനിയിൽ കാണിക്കുകയും അവരുടെ പ്രോജക്ടിന് അവിടെ നിന്ന് അപ്രൂവൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും തിരിച്ചു വരുന്നത്. എന്നാൽ വരുന്ന വഴിക്ക് ട്രാഫിക്കിൽ കണ്ട ഒരു കാറുമായിട്ട് ഇവർ കാർ റേസിംഗ് നടത്തുന്നു. അതിനിടെ ഇവർ പോലീസ് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ആരും അറിയാതെ ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കബീറിന്റെ പോക്കറ്റിൽ നിന്ന് പോലീസിന് ഡ്രഗ്സിന്റെ ഒരു പാക്കറ്റ് കിട്ടുന്നു. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരെയും അത് കടത്തുന്നവരെയും ആ ഒരു കൺട്രി വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. തക്കതായ ശിക്ഷ തന്നെയാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. കബീറിന്റെ കൂടെ അങ്കുറിനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. സംഭവങ്ങളെല്ലാം തന്നെ സത്യയും അവളുടെ അങ്കിളും അറിയുന്നു. നല്ലൊരു വക്കീലിനെ തന്നെയാണ് അയാൾ ഏർപ്പാടാക്കുന്നത്. ആ കൺട്രിയിലെ നിയമം വെച്ചിട്ട് ഡ്രഗ്സ് കടത്തുന്നവർക്ക് വധശിക്ഷ തന്നെയാണ് ലഭിക്കുന്നത്. എന്നാൽ കബീറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വക്കീൽ ഒരു ഐഡിയ പറയുന്നു. ആ ഡ്രഗ്സ് തന്റേതല്ലെന്നും അത് അങ്കുറിന്റേതാണെന്നും സ്ഥാപിക്കണം. എന്ത് വന്നാലും കബീറിനെ രക്ഷിക്കണമെന്നായിരുന്നു സത്യയുടെ അങ്കിള് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കുറ്റം മുഴുവൻ അങ്കുറിന്റെ തലയിലേക്ക് അവർ വെക്കുന്നു. കബീറിനോടും അത് അങ്കുറിന്റെ ഡ്രഗ് തന്നെയാണെന്ന് പറയാനാണ് അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. എന്നാൽ അങ്കുറിനോട് ഈ വക്കീല് പറയുന്നത് അവന്റെ മേലെ നേരത്തെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കേസും കൂടെ ആയി കഴിഞ്ഞാൽ അവന് വധശിക്ഷയായിരിക്കും ലഭിക്കുന്നത്. മറിച്ച് തൽക്കാലത്തേക്ക് നീ ഈ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ 3 മാസത്തെ ജയിലിൽ നിനക്ക് കിട്ടൂ. അത് കഴിയുമ്പോൾ നിന്നെ വിട്ടയക്കുകയും ചെയ്യും. ആദ്യമൊക്കെ അങ്കുർ അതിന് നോ പറഞ്ഞു. അവസാനം കബീറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ അതിന് ഓക്കെ പറയുന്നു. കോടതിയിൽ ഞാൻ എന്ത് പറഞ്ഞാലും നീ അതിന് എസ് വെക്കണം. അവിടുത്തെ ഭാഷ അവന് നന്നായിട്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ട് കോടതിയിൽ വെച്ച് ഈ വക്കീല് പറഞ്ഞ എല്ലാ കാര്യത്തിനും അവൻ എസ് വെച്ചു. എന്നാൽ അവസാനം വിധി പറയുമ്പോഴാണ് അവൻ അറിയുന്നത് 2 മാസത്തിന് ശേഷം അവന് വധശിക്ഷ ലഭിച്ചിരിക്കുകയാണെന്ന്. ഇതോടുകൂടി അങ്കുർ ആകെ ബഹളം വെക്കാൻ തുടങ്ങി. എന്നാൽ ആരും തന്നെ ഒന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. സംഭവങ്ങളെല്ലാം സത്യം അറിഞ്ഞതോടുകൂടി അവൾ അവളുടെ അങ്കിളിനോട് വഴക്കുണ്ടാക്കുന്നു. എനിക്കൊന്നും അറിയേണ്ട, എത്രയും പെട്ടെന്ന് ആ രാജ്യത്തേക്ക് എനിക്ക് പോകണമെന്നും ഒരു പ്രൈവറ്റ് ജെറ്റ് എനിക്ക് തയ്യാറാക്കി തരണമെന്നും 2 കോടി രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇടണമെന്നുമാണ് അവൾ പറയുന്നത്. ഇല്ലെങ്കിൽ കബീറിനെ താൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് അവൾ പറയുന്നു. അതോടുകൂടി അയാൾ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ സാധനങ്ങളും പാക്ക് ചെയ്ത് പ്രൈവറ്റ് ജെറ്റിൽ കയറി ആ രാജ്യത്തേക്ക് പോകുന്നു. എന്നാൽ അതിൽ ന്യൂസിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഇവളുടെ അങ്കിളിന്റെ ഹോട്ടലിൽ തീപിടുത്തം ഉണ്ടായി എന്ന്. ശരിക്കും ദേഷ്യം കൊണ്ട് സത്യ തന്നെയാണ് അത് ചെയ്തത്. ജയിലിലെത്തിയ അങ്കുറാകട്ടെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരനോട് എല്ലാം തന്നെ പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വെറുതെ വിടണമെന്ന്. എന്നാൽ അയാൾ അതൊന്നും തന്നെ കേൾക്കുന്നില്ല. ലാൻഡ എന്നായിരുന്നു പോലീസ് ഓഫീസറിന്റെ പേര്. സത്യാകട്ടെ ആ കൺട്രിയിൽ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ അങ്കുറിനെ കാണാൻ വേണ്ടി പോകുന്നു. എങ്ങനെയൊക്കെയോ വിസിറ്റേഴ്സ് ടൈം കഴിയുന്നതിന് മുമ്പ് അവൾ അവിടെ എത്തിപ്പെടുന്നു. അവനോട് സംസാരിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കി അവൾ പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ ഞാൻ എങ്ങനെയും പുറത്തിറക്കിയിരിക്കുമെന്ന്. അങ്ങനെ പിറ്റേന്ന് മുതൽ സത്യ നല്ലൊരു വക്കീലിനെ അന്വേഷിച്ച് നടപ്പായിരുന്നു. എന്നാൽ ആരും തന്നെ അങ്കുറിന്റെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. അവന്റെ ശിക്ഷ മാറ്റാൻ ഒരു വഴിയുമില്ല. കൂടിപ്പോയാ 1-2 ആഴ്ച ആ ശിക്ഷ വൈകിപ്പിക്കാം, അല്ലാതെ അവനെ രക്ഷിച്ചെടുക്കാൻ ഒരു മാർഗവും എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിനിടയ്ക്ക് അങ്കുർ ഇന്ത്യക്കാരായ 2 പ്രിസണേഴ്സിനെ കൂടി പരിചയപ്പെടുന്നു. ചന്ദൻ എന്നും ടോണി എന്നും ആയിരുന്നു അവരുടെ പേര്. അവനെ പോലെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെയും വധശിക്ഷ ഏകദേശം 1-2 മാസത്തിനിടയ്ക്ക് വെച്ചാണ്. അങ്ങനെ ഈ പ്രിസണേഴ്സിനെ കാണാൻ വരുന്ന ആൾക്കാരെല്ലാം ചേർന്നിട്ട് ഒരിടത്തു നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നു. അവിടെ വെച്ചാണ് നമ്മുടെ സത്യ ടോണിയുടെ അച്ഛനായ ബാട്ടിയെ പരിചയപ്പെടുന്നത്. അയാള് മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു. അവളെയും അതിന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ച് അവള് മുത്തു എന്ന് പറയുന്ന ഒരാളെയും പരിചയപ്പെടുന്നു. നേരത്തെ പറഞ്ഞ ചന്ദൻ എന്ന വ്യക്തി ജയിലിൽ പോകാൻ കാരണം മുത്തു ആയിരുന്നു. പോലീസ് ഓഫീസറായിരുന്ന മുത്തുവിന്റെ തെറ്റായ അന്വേഷണം കൊണ്ടാണ് നിരപരാധിയായ ചന്ദന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. അത് കാരണം പോലീസിൽ നിന്ന് അയാൾ രാജിവെക്കുകയും ചെയ്തു. ചന്ദനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നടക്കുകയായിരുന്നു മുത്തു. അതുപോലെ തന്റെ മകനെ രക്ഷിക്കാൻ ബാട്ടിയെയും. ഇവർ 3 പേരും കൂടെ ഒന്നിച്ചതോടുകൂടി അവർ പരസ്പരം തങ്ങളുടെ വിഷമങ്ങൾ പറയുന്നു. എന്നാൽ തന്റെ അനിയനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും വരെയും ഞാൻ പോകുമെന്നും ജയിലിൽ ചാടിച്ചിട്ടായാലും അവനെ പുറത്തു കൊണ്ടുവരുമെന്നുമായിരുന്നു സത്യയുടെ നിലപാട്. ബാട്ടിയും അതിന് അവളുടെ കൂടെ നിൽക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ മുത്തു മാത്രം അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നേരായ വഴിയിൽ തന്നെ അവരെ രക്ഷിച്ചെടുക്കണമെന്നായിരുന്നു മുത്തുവിന്റെ
അഭിപ്രായം. മുൻപൊരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ ചിന്തിക്കൂ. എന്നാൽ മുത്തുവിന്റെ കുറച്ച് സഹായമില്ലാതെ ഇവർക്കാകട്ടെ ഇതൊന്നും പ്ലാൻ ചെയ്യാനും പറ്റില്ല. ഞാനിതിനൊരിക്കലും സഹായിക്കില്ല എന്ന് മുത്തു പറയുമ്പോ അവസാനം സത്യ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നമുക്ക് തമ്മിൽ തല്ലാം, ആര് ജയിക്കുന്നു അയാൾ പറയുന്നത് കേൾക്കണം. അങ്ങനെ അവർ രണ്ടുപേരും വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്യുകയാണ്. സത്യയാകട്ടെ കരാട്ടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അവസാനം മുത്തുവിനെ സത്യ തോൽപ്പിക്കുന്നു. ഞങ്ങളെ സഹായിച്ചേ പറ്റുമെന്നാണ് മുത്തുവിനോട് അവൾ പറയുന്നത്. അങ്ങനെ അവരൊരു പ്ലാൻ ഇടുകയാണ്. ഈ ബാട്ടിയാകട്ടെ പണ്ടൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ അയാൾക്ക് പിടിപാടുണ്ട്. ഈ നാട്ടിൽ തന്നെ അയാൾക്ക് സഹായികളായിട്ട് ഒരുപാട് പേരുണ്ട്. അയാളുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ പറയുന്ന 3 കുട്ടികളെയും നമ്മൾ കിച്ചൺ ഡ്യൂട്ടിക്കിടും. കിച്ചണിലുള്ള അണ്ടർഗ്രൗണ്ടിലൂടെ അവരെ പുറത്തെത്തിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം. അതിനു വേണ്ടിയിട്ടുള്ള വഴിയും പ്ലാനും എല്ലാം തന്നെ അവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഈ വിവരങ്ങളെല്ലാം തന്നെ ഈ അകത്തുള്ള 3 കുട്ടികളെ അറിയിക്കണം. അങ്ങനെ ടോണിയും അങ്കുറും ചന്ദനും പുറത്തു വന്നു കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും ചേർത്ത് കടൽ മാർഗം മലേഷ്യയിലേക്ക് കടത്താനുള്ള കാര്യങ്ങളും ഇവർ റെഡിയാക്കി വെക്കുന്നു. ഈ പ്ലാൻ എല്ലാം തന്നെ ഉള്ളിലുള്ള അവരെ എങ്ങനെയെങ്കിലും അറിയിക്കണം. അതിനിവർ മറ്റൊരു പ്ലാൻ ഇടുന്നുണ്ട്. അതിനു മുമ്പ് സത്യ ഒരു തവണ കൂടി അങ്കുറിനെ കാണാൻ പോകുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്നെ എന്തായാലും ഞാൻ പുറത്തേക്ക് വന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ഇത്തവണ സത്യയുടെ മനസ്സിലൊരു ടെൻഷനും ഇല്ലായിരുന്നു. അതുപോലെ അങ്കുറിന്റെ മനസ്സിലും. അവനൊരു ടെൻഷനും ഇല്ലാതെ ഇത്ര കൂളായിട്ടിരിക്കുന്ന എന്താണെന്ന് സത്യ ചിന്തിക്കുന്നു. കാരണം അവരുടെ പ്ലാനിനെ പറ്റിയൊന്നും ഇതുവരെ അങ്കുറിനോട് പറഞ്ഞിട്ടില്ല. അതിന്റെ പിന്നിൽ മറ്റൊരു കാരണമുണ്ടായിരുന്നു. ഇനിയാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇവിടെ സത്യ അങ്കുറിനെയും കൂട്ടരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുന്ന സമയത്ത് തന്നെ അങ്കുറും ചന്ദനും ടോണിയും ചേർന്നിട്ട് മറ്റൊരു പ്ലാനിലൂടെ ജയിലിൽ നിന്നും പുറത്തു ചാടാനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കിടയ്ക്ക് മെഡിക്കൽ വാർഡിൽ ഡ്യൂട്ടി കിട്ടാറുണ്ട്. അങ്ങനെ 3 പേർക്കും ഒരുമിച്ച് മെഡിക്കൽ വാർഡിൽ ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു സീക്രട്ട് വാതിലുണ്ട്. അത് തുറന്ന് അതുവഴി മറ്റൊരു ടണലിലേക്ക് എത്താം. അങ്ങനെ പുറത്തു കിടക്കാനുള്ള പ്ലാനിംഗ് ആയിരുന്നു അവരുടേത്. പക്ഷെ ഇവരുടെ ഈ പ്ലാനിംഗ് ഒന്നും അറിയാതെയാണ് അവിടെ സത്യയും കൂട്ടരും പ്ലാൻ ചെയ്തത്. അവരാകട്ടെ അങ്കുറിനെയും കൂട്ടരെയും കിച്ചൺ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നു. ഇതോടുകൂടി അങ്കുറും കൂട്ടരും ആകെ ടെൻഷനിലായി. അവർ മെഡിക്കൽ വാർഡിൽ പോയെങ്കിൽ മാത്രമല്ലേ അവരുടെ പ്ലാൻ പ്രകാരം രക്ഷപ്പെടാൻ പറ്റൂ. ഇവിടെ സത്യയും ഗ്യാങ്ങും ആകട്ടെ ഇവരെ കിച്ചൺ ഡ്യൂട്ടിക്ക് ഇട്ട ശേഷം ഇവരിലേക്ക് ആ മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആഹാരത്തിൽ ഒരു നോട്ട് കൂടി എഴുതി കൊടുത്തുവിടുന്നു. ഇതിനെല്ലാം തന്നെ ജയിലിൽ അവരെ സഹായിക്കുന്ന ഒരാളുണ്ടായിരുന്നു. കറക്റ്റ് അങ്കുറിന്റെയും ടോണിയുടെയൊക്കെ കയ്യിൽ ആ നോട്ട് കിട്ടിയെങ്കിലും ടോണിക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിലായിരുന്നു ബാട്ടി അത് എഴുതിയിരുന്നത്. എന്നാൽ ബണ്ണിനകത്ത് ഒളിപ്പിച്ചു വെച്ച ആ നോട്ട് അതോടുകൂടി അവർ കഴിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ നോട്ട് അവർ വായിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ആ നോട്ട് കിട്ടിയെങ്കിൽ രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം അവര് പുറത്തേക്ക് വരാൻ ചാൻസ് ഉള്ള ആ വഴിയിൽ ഇവരെല്ലാവരും കാത്തിരിക്കുകയുമായിരുന്നു. നോട്ട് കിട്ടിയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവണ കൂടി ടോണിയെ കാണാൻ വേണ്ടിയിട്ട് അവർ ചെല്ലുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ 3 പേരും സീരിയസ് ആയിട്ട് മെഡിക്കൽ വാർഡിലാണെന്ന്. ഇനിയാണ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. മെഡിക്കൽ വാർഡിൽ ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി രക്ഷപ്പെടാൻ പ്ലാൻ ഇട്ടിരുന്ന അവരുടെ പ്ലാനിനെ തകർത്തുകൊണ്ടാണല്ലോ സത്യയും ഗ്യാങ്ങും ഈ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് അവരെ മാറ്റിയത്. സത്യയുടെയും കൂട്ടരുടെയും പ്ലാനിങ് എന്താണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ അവർ മറ്റൊരു പ്ലാനിങ് ഇട്ടിരുന്നു. അതായത് നമുക്ക് മെഡിക്കൽ ഡ്യൂട്ടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മെഡിക്കൽ വാർഡിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് രോഗികളായിട്ട് പോയാൽ മതി. അതിനു വേണ്ടിയിട്ട് അവർ മെഡിക്കൽ വാർഡിൽ നിന്ന് നേരത്തെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ മെഡിസിൻ തങ്ങളുടെ ഫുഡിൽ കലർത്തുന്നു. അതിലൂടെ കുറച്ചു നേരത്തേക്ക് അവർക്ക് വലിയ ഡിസ്കംഫേർട്ട് ഉണ്ടാകും. ഫുഡ് പോയിസൺ ആണെന്ന് കരുതിയിട്ട് ആ 3 പേരെയും എന്തായാലും മെഡിക്കൽ വാർഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്തായാലും അങ്കുറിന്റെയും ഗ്യാങ്ങിന്റെയും പ്ലാൻ സക്സസ് ആവുകയും അവർ മെഡിക്കൽ വാർഡിൽ എത്തുകയും ചെയ്തു. അവർ നേരത്തെ കണ്ടുവച്ചിരുന്ന വഴി തന്നെ അവർ രക്ഷപ്പെടുകയാണ്. ടോണിയുടെയും ചന്ദന്റെയും അങ്കുറിന്റെയും കൂടെ ഇതിനെല്ലാം കൂട്ടായിട്ട് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അവർ 4 പേര് ചേർന്നിട്ടാണ് ആ ഒരു ജയിൽ ചാട്ടത്തിന് പ്ലാൻ ഇട്ടിരുന്നത്. 4-മന് ആ ജയിലിൽ തന്നെയുള്ള ഒരു പോലീസ് ഓഫീസർ മധ്യമായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. അവരാണ് മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ ഇവരെ ഇവിടെ നിന്നും പുറത്തു കടത്തുന്നത്. അങ്ങനെ അവർ 4 പേരും ഈ ടണലിലൂടെ പുറത്തേക്ക് കടക്കുന്നു. പുറത്തെത്തിയതും തങ്ങളുടെ യൂണിഫോം എല്ലാം തിരിച്ചിട്ട ശേഷം അവിടെ നിന്നും രക്ഷപ്പെടാനായിരുന്നു അവരുടെ പ്ലാൻ. ആ സീൻ അവിടെ കട്ടായ ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യയുടെ അടുത്ത് ഒരു പോലീസ് ഓഫീസർ വന്നൊരു പേപ്പർ കൊടുക്കുന്നതാണ്. അവളുടെ സഹോദരൻ ഉൾപ്പെടെ 4 പേര് ജയിൽ ചാടാൻ ശ്രമിച്ചെന്നും അതുകൊണ്ട് 2 മാസം കഴിഞ്ഞ് വെച്ചിരുന്ന ആ വധശിക്ഷ 4-5 ദിവസത്തിനുള്ളിൽ തന്നെ നടക്കുമെന്നുമായിരുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. പുറത്തിറങ്ങിയ അങ്കുറിനെയും കൂട്ടരെയും ലാണ്ടയും കൂട്ടരും കൈയോടെ പിടിച്ചിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ 4-മനായ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ജയിൽ പുള്ളിയെ ഇവർ വെടിവെക്കുകയും ചെയ്തു. ജീവനോട് പിടിച്ചുകൊണ്ട് പോയ അങ്കുറിനെയും ചന്ദനെയും ടോണിയെയും അവർ ഒരേ ദിവസം തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. 4 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിച്ചെങ്കിലേ പറ്റൂ. എന്റെ അനിയനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് സത്യ പറഞ്ഞുകൊണ്ടിരുന്നത്. വധശിക്ഷ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ചെയറിൽ വെച്ചിട്ട് ഷോക്ക് എടുപ്പിച്ച് കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ജയിലിലെ ഫുൾ കറന്റും കട്ടാക്കണം. അങ്ങനെ കട്ടാക്കുകയാണെങ്കിൽ എല്ലാ സെല്ലും തനിയെ തന്നെ ഓപ്പൺ ആകും. അത് ഡേഞ്ചർ ആണെന്നാണ് മുത്തു പറയുന്നത്. നിരപരാധികളായ 3 പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുറ്റവാളികളെ നമ്മൾ പുറത്തുവിടും. അത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മുത്തു പറയുന്നു. എന്നാൽ സത്യ പറയുന്നു, ബാക്കി ആരുടെയും കാര്യം എനിക്ക് അറിയണ്ട. കുറ്റവാളികളായ ആരെല്ലാം രക്ഷപ്പെട്ടാലും നിരപരാധിയായ എന്റെ അനിയനെയും ബാക്കി 2 പേരെയും എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. എന്നാൽ ബാട്ടി പറയുന്നുണ്ട്, നീ പറയുന്നത് എളുപ്പമല്ല. ജയിലിൽ കറണ്ട് പോയാലും അവിടെ ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്റർ കൂടി നിലച്ചെങ്കിൽ മാത്രമേ നീ പറയുന്ന പ്ലാൻ സക്സസ് ആകൂ. എന്നാൽ ജയിലിലേക്ക് പവർ പോകുന്നത് മറ്റൊരിടത്തു നിന്നാണ്. ആ പവർ സപ്ലൈ പോകുന്ന സ്ഥലത്തെ മാനേജറിനെ ഇവർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫാമിലി കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണെന്നും ഞങ്ങൾ പറയുന്ന സമയത്ത് ജയിലിലേക്കുള്ള ഫുൾ പവറും ഓഫ് ചെയ്യണമെന്നും. വേറെ വഴിയില്ലാതെ അയാൾക്ക് അത് സമ്മതിക്കേണ്ടതായി വരുന്നു. ഇനി അടുത്ത
പ്രശ്നം ഈ പവർ കട്ടായാലും ജനറേറ്റർ ഓൺ ആകും. ജനറേറ്റർ ഓൺ ആകാതെ തടയണം. അതിനു വേണ്ടിയിട്ട് അവരാകട്ടെ ജനറേറ്ററിലേക്ക് ഇന്ധനം കൊണ്ടുപോകുന്ന വണ്ടിയുടെ മുന്നിലായിട്ട് ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ വണ്ടിയിലെ ഡ്രൈവേഴ്സ് ഇറങ്ങി വന്ന് ഈ ആക്സിഡന്റ് പറ്റി അവരെ രക്ഷിക്കുന്നതിനിടയ്ക്ക് തന്നെ ആ ഇന്ധനത്തിലേക്ക് അവർ മറ്റെന്തോ ദ്രാവകം മിക്സ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ജനറേറ്റർ കുറച്ചു നേരം വർക്ക് ചെയ്തിട്ട് തനിയെ കേടായി പോകും. പക്ഷെ മുത്തു ആകട്ടെ ഇതിനെല്ലാം എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ സത്യയെ തടയാൻ ചെല്ലുന്നു. അങ്ങനെ സത്യയും മുത്തുവും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുകയാണ്. അതിനിടയിൽ ഇവർ രണ്ടുപേരും കാല് വഴുതി താഴേക്ക് വീഴുന്നു. ആ വീഴ്ചയിലാകട്ടെ സത്യ മാത്രം മരങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മുത്തു താഴേക്ക് വീണ് മരിക്കുകയും ചെയ്യുന്നു. ഒരുപാട് പരുക്കുകൾ സത്യക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും തളരാതെ അവൾ പിടിച്ചു നിൽക്കുകയാണ്. പിറ്റേന്നത് രാവിലെയാണ് അങ്കുറിന്റെയും കൂട്ടരുടെയും വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. തന്റെ അനിയനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റുമായിരുന്നു അവൾക്ക്. അങ്ങനെ അവർ അത് രാവിലെ തന്നെ തങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം ജയിലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇവിടെ അങ്കുർ ഉൾപ്പെടെ ബാക്കി രണ്ടുപേരെയും വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുത്തിയിരിക്കുകയാണ്. ലാൻഡയാകട്ടെ അങ്കുറിനെ ആ ഇലക്ട്രിക് ചെയറിലേക്ക് കയറ്റിയിരുത്തി ആ സ്വിച്ച് അമർത്താൻ തുടങ്ങിയതും അവിടുത്തെ കറണ്ട് പോകുന്നു. അതോടെ ലാൻഡയും മറ്റു പോലീസുകാരും ആകെ ടെൻഷനിലായി. എത്രയും പെട്ടെന്ന് ജനറേറ്റർ ഓണാക്കാൻ പറയുകയാണ്. എന്നാൽ ജനറേറ്ററും ഓൺ ആകുന്നില്ല. ഇതോടുകൂടി ലാൻഡയ്ക്ക് മനസ്സിലായി ഇത് വേറെന്തോ പ്ലാനിംഗ് ആണെന്ന്. കറണ്ട് പോയതോടുകൂടി എല്ലാ സെല്ലുകളും തുറന്നിരിക്കുന്നു. ബാക്കിയുള്ള കുറ്റവാളികളെല്ലാം തന്നെ പുറത്തു വന്ന് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. കറണ്ട് വന്നില്ലേലും വേണ്ടില്ല, ഇവന്മാരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടായാലും കൊല്ലുമെന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു ലാൻഡ. അയാൾ അതിന് തുനിയാൻ തുടങ്ങിയതും അവർ മൂന്നുപേരും ചേർന്നിട്ട് അയാളെ ആക്രമിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇത്രയും ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് തന്റെ അനിയനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയാതെ നിൽക്കുകയാണ് സത്യ. അവൾ തന്റെ വണ്ടിയും കൊണ്ടുവന്ന് അവിടുത്തെ മെയിൻ ഗേറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോഴത്തേക്ക് കുറെ കുറ്റവാളികൾ പുറത്തേക്ക് ചാടുകയും ഇവൾ ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് അത്രയും കുറ്റവാളികളെ നേരിടാൻ വളരെയധികം വിഷമമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈസി ആയിട്ട് അകത്ത് കിടക്കാൻ പറ്റി. ബിൽഡിംഗിന്റെ മുകളിലേക്ക് കയറിയ അങ്കുറിന്റെയും കൂട്ടരുടെയും പുറകെ തന്നെ ഉണ്ടായിരുന്നു ലാൻഡ. അവർ മൂന്നുപേരെ ലാൻഡ തന്റെ കൈക്കുള്ളിലാക്കി. കഴുത്ത് ഞെരിച്ചിട്ടായാലും ഇവന്മാരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു അയാൾ. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ അവിടേക്ക് സത്യ വരികയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. അവർ മൂന്നുപേരെയും കൊണ്ട് അവൾ താഴെ എത്തി. എന്നാൽ ആ വാതിൽ ഇതുവരെയും തുറന്നിട്ടില്ല. അതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ബാട്ടിയായിരുന്നു. പിറകെ ലാൻഡയുണ്ട്. എത്രയും പെട്ടെന്ന് വാതിൽ തുറന്നില്ലെങ്കിൽ ഇവരെ കൈയോടെ പിടിക്കും. എന്തായാലും കറക്റ്റ് സമയത്ത് ബാട്ടിയെ വണ്ടിയും കൊണ്ട് വന്നിട്ട് അത് ഇടിച്ചു തകർക്കുന്നു. അങ്ങനെ ഇവർ നാലുപേരും ആ വണ്ടിയിലേക്ക് കയറി. ലാൻഡ പിറകിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ബുള്ളറ്റ് ആകട്ടെ എങ്ങനെയോ ബാട്ടിയുടെ ശരീരത്തിൽ കൊള്ളുന്നു. രക്തം ഒരുപാട് പോകുന്നുണ്ടായിരുന്നു. എന്നാലും അയാളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വണ്ടി ഓടിക്കുകയാണ്. ലാൻഡയും കൂട്ടരും പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഒരിടത്തെത്തിയ ശേഷം അയാൾ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ ഇവരെ തടഞ്ഞോളാമെന്ന്. അവരിറങ്ങിപ്പോകാൻ നേരത്ത് സത്യയുടെ അയാൾ പറയുന്നുണ്ട്, എന്റെ മകനെ നീ നല്ലപോലെ നോക്കണമെന്ന്. അങ്ങനെ ആ മൂന്ന് കുട്ടികളെയും കൂട്ടി സത്യയാകട്ടെ നേരെ പോകുന്നത് ആ ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. ലാൻഡയും കൂട്ടരും വന്നപ്പോഴേക്കും ബാട്ടിയെ മരിച്ച നിലയിലാണ് കാണുന്നത്. സത്യയും കൂട്ടരും നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രകാരം ഇവർ മെഡിക്കൽ ടീംസിന്റെ വേഷങ്ങളെല്ലാം എടുത്ത് ധരിക്കുകയാണ്. മലേഷ്യൻ വാട്ടർ അതോറിറ്റിയിൽ വരുന്ന ആ ഒരു കപ്പലിലേക്കാണ് ഇവർക്ക് കയറേണ്ടത്. ആ വാട്ടർ അതോറിറ്റി പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരെ പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവർ കുറച്ചു ദൂരം ബോട്ട് ഓടിച്ചു പോയെങ്കിലും കറക്റ്റ് സമയത്ത് തന്നെ ഈ ലാൻഡ് അവരുടെ പിറകെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തെന്നറിയാതെ അവരാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. തങ്ങളുടെ പ്ലാനെല്ലാം കുളമായി തങ്ങൾ മരിക്കും എന്നുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് കറക്റ്റ് സമയത്ത് ആ കപ്പൽ അവിടേക്ക് വരികയും അതിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ലാൻഡയും കൂട്ടരെയും ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നത്. തങ്ങളുടെ വാട്ടർ അതോറിറ്റിയിലേക്ക് കടക്കരുതെന്ന് പറഞ്ഞിട്ടും അവർ കടന്നതായിരുന്നു അതിന്റെ പിന്നിലെ കാരണം. ഇവർ ആദ്യം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അതേ കപ്പലും അതേ ക്യാപ്റ്റനും തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും ഷിപ്പിൽ കയറ്റിയ ശേഷം അവിടെ നിന്ന് അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ സ്വന്തം അനിയനോടുള്ള സ്നേഹം കാരണം ഒരു ചേച്ചിയാകട്ടെ അതിസാഹസികമായിട്ട് അവനെ മരണത്തിന്റെ മുന്നിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവർ മൂന്നുപേരെയും കൂട്ടി അവള് പോകുന്നത് അവളുടെ പഴയ വീട്ടിലേക്കായിരുന്നു. അവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്ത അതേ വീട്ടിലേക്ക്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.